ഭരണം ദുർവിനിയോഗം ചെയ്തു എന്ന ആരോപണത്തിലാണ് പ്രസിഡന്റ് വിക്ടർ യാനുകോവിച്ചിനെ ഉക്രൈൻ പാർലമെന്റ് വോട്ട് ചെയ്ത് പുറത്താക്കിയത്. 447 അംഗങ്ങളിൽ 328 പേരുടെ പിന്തുണയോടെയാണ് യാനുകോവിച്ചിനെ പുറത്താക്കിയത്. ഭരണഘടനാപരമായ ദൗത്യങ്ങൾ നിറവേറ്റാൻ പ്രസിഡന്റിന് ഇനി കഴിയില്ലെന്നും തെരഞ്ഞെടുപ്പ് മെയ് 25-ന് നടക്കുമെന്നും പാർലമെന്റ് പ്രഖ്യാപിച്ചു. ഉക്രൈൻ പാർലമെന്റും പ്രസിഡന്റിന്റെ വസതിയും പ്രക്ഷോഭകാരികൾ പിടിച്ചടക്കിയതിന് ഏതാനും മണിക്കൂറുകൾ ശേഷമാണ് പുറത്താക്കൽ. രാജ്യത്ത് 3 മാസത്തോളമായി തുടരുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിന് സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ ഇന്നലെ ധാരണയിലെത്തിയിരുന്നു. യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളുടെ മധ്യസ്ഥതയിലായിരുന്നു ചർച്ച. പ്രസിഡന്റ് വിക്ടർ യാനുകോവിച്ച് പ്രതിപക്ഷവുമായി ഒത്തുതീർപ്പിന് തയ്യാറായെങ്കിലും യാനുകോവിച്ചിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രക്ഷോഭം ശക്തിപ്പെടുത്തുകയായിരുന്നു. അതേസമയം യാനുകോവിച്ചിനെ പുറത്താക്കിയെങ്കിലും സെൻട്രൽ കീവിലെ പ്രക്ഷോഭങ്ങൾ അവസാനിപ്പിക്കരുതെന്ന് തടങ്കലിൽ നിന്ന് മോചിതയായ പ്രതിപക്ഷ നേതാവ് യൂലിയ തൈമോഷെങ്കോ ആഹ്വാനം ചെയ്തു. പ്രക്ഷോഭങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരെ വാഴ്ത്തിയ തൈമോഷെങ്കോ പ്രക്ഷോഭകാരികളെല്ലാം ധീരനായകന്മാരാണെന്ന് പറഞ്ഞു. തന്നെ പുറത്താക്കിയ പാർലമെന്റിന്റെ നടപടി നിയമവിരുദ്ധമാണെന്നായിരുന്നു ഒരു TV ചാനലിന് നൽകിയ അഭിമുഖത്തിൽ യാനുകോവിച്ചിന്റെ പ്രതികരണം. സ്ഥാനത്ത് നിന്ന് രാജിവെക്കില്ലെന്നും രാജ്യം വിട്ടു പോകില്ലെന്നും യാനുകോവിച്ച് അഭിമുഖത്തിൽ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.